ഈ വീഡിയോയിൽ വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജോർദാൻ്റെ വിസിറ്റ് കഴിഞ്ഞ് അവിടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും ജോർദാനുമായിട്ടുള്ള വ്യാപാരം വരും വർഷങ്ങളിൽ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ $5 ബില്യൺ ഉയർത്തണം എന്നുള്ള രീതിയിൽ ചർച്ചയൊക്കെ നടത്തി ധാരണയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്യോപ്യയിലേക്ക് പോയിരിക്കുകയാണ്. എത്യോപ്യയിലും കൃത്യമായിട്ടുള്ള സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ജോർദാനിലും ജോർദാൻ്റെ ക്രൗൺ പ്രിൻസ് പ്രോട്ടോകോൾ പാലിക്കാതെ എയർപോർട്ടിലേക്ക് എത്തുകയും പ്രൈം മിനിസ്റ്ററെ സ്വീകരിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ വാർത്തയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്യോപ്യയിലും ഇതേപോലത്തെ സെയിം സ്വീകരണം തന്നെയാണ് കിട്ടിയത്. ഇപ്പോൾ പൊതുവിൽ ഒരേ കാറിലിരുന്ന് സഞ്ചരിക്കുന്ന ആ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെ നേതാക്കളുമായിട്ടും ഇതേപോലെ കാറിലിരുന്ന് ഒരുമിച്ച് സഞ്ചരിക്കുന്ന രംഗങ്ങളാണ് എല്ലാ മാധ്യമങ്ങളിലും വന്നിരിക്കുന്നത്. എത്യോപ്യയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ ഒമാനിലേക്ക് വരും. ഒമാനിലെ ചർച്ചയിൽ പ്രധാനമായിട്ടും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒമാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ത്യക്ക് ഒരു 20 ജാഗ്വാർ ഫൈറ്റർ ജെറ്റ് അവരുടെ പക്കലുള്ളത് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ജാഗ്വാർ ഫൈറ്റർ ജെറ്റ് ഉണ്ട്, നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. നമുക്കാണെങ്കിൽ സ്ക്വാഡ്രൺ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമാൻ്റെ പക്കൽ നിന്ന് ആ 20 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് കാരണം വേറെ ഒന്നുമില്ല, കുറഞ്ഞ വിലയ്ക്ക് തന്നെ കിട്ടും. അതിലുപരിയായിട്ട് നമ്മളുടെ ഇന്ത്യക്കുള്ളിലുള്ള ജാഗ്വാർ ഫൈറ്റർ ജെറ്റുകൾക്കുള്ള സ്പെയറിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒമാനിൽ നിന്ന് വാങ്ങിക്കുന്ന 20 എണ്ണത്തിൽ നല്ല കണ്ടീഷനിലായിട്ടുള്ള ജാഗ്വാർ ഫൈറ്റർ ജെറ്റ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ആ ഒരു ധാരണയിലാണ് ഇപ്പം ഈ ഒരു 20 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രൈം മിനിസ്റ്റർ മോദി ഒമാൻ വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബഹ്റൈനുമായിട്ട് നമ്മളൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിലേക്ക് പ്രൈം മിനിസ്റ്റർ അല്ല പോകുന്നത്, നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് റെപ്രസെൻറ്റേറ്റീവ് അവിടെ എത്തിയിട്ടുണ്ട്. ബഹ്റൈനുമായിട്ട് ഒരു റീഅഫർമേഷൻ, അതായത് കുറച്ചാൾ നമ്മളവിടെ ഫോക്കസ് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വീഴ്ചകളൊന്നും വരുത്താൻ പാടില്ല. എല്ലാ രാജ്യങ്ങളുമായിട്ടും നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കാലയളവിൽ ചർച്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തേണ്ടതാണ്. ബഹ്റൈനുമായിട്ടൊക്കെ ഒരുപാട് നാളായി ചർച്ചകളൊക്കെ നടത്തിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റീഅഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ക്ലിയർ ഡയറക്ഷനിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. മൗലവി നൂർ ജലാൽ ജലാലി പുള്ളിയാണ് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അതേപോലെ ഇന്ത്യൻ എൻവോയ്, ഇന്ത്യയുടെ അംബാസിഡർ വിനയ് മോഹൻ കൗത്ര, പുള്ളിക്കാരൻ അമേരിക്കയിൽ AI ഡിഫൻസ് ട്രേഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ ചർച്ച പരാജയപ്പെട്ട് അമേരിക്കൻ ടീം ഇന്ത്യയിലെത്തി, ഇന്ത്യയിൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവിടെ പോയിട്ട് ഇന്ത്യൻ അംബാസിഡറിനെ വിളിച്ചു വരുത്തി അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച. ശരിക്കും പറഞ്ഞാൽ ചർച്ചയൊന്നുമില്ല, അവർ വിളിച്ചു വരുത്തി അമേരിക്കയുടെ താല്പര്യം എന്നതാണ്, ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ, നിങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് സഹകരിച്ച് ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ്, ബയലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് ഒരു ധാരണ ഉണ്ടാക്കണം. അമേരിക്കയെ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല, അമേരിക്കയുടെ അഗ്രികൾച്ചർ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ തന്നേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള പ്രൊപ്പോസൽ വെച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. പക്ഷേ വാർത്ത ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ വാർത്തയിലെ ഉള്ളടക്കത്തിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് അമേരിക്ക പ്രഷർ ഇടുകയാണ്, ഇൻഡയറക്റ്റ് പ്രഷർ. അപ്പോൾ അത് പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ചർച്ച പരാജയപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോസൽ ഇന്ത്യൻ കൗൺസിലേറ്റിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്ത്യ UN കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കശ്മീർ ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് UN. കാരണം പാകിസ്ഥാൻ്റെ അവകാശവാദം എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡാണെന്നാണല്ലോ. പക്ഷേ ഇന്ത്യ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡേറ്റ നമ്മുടെ പക്കലുണ്ട്. രാജാ ഹരിസിംഗ് കശ്മീർ എന്ന് പറഞ്ഞ മേഖല മൊത്തത്തിൽ എൻറ്റയർ കശ്മീർ ഇൻക്ലൂഡിങ് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഏരിയയും എഴുതി കൊടുത്തതാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ സൈൻ ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമി കശ്മീരിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഗതികളെല്ലാം കൂടി വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കശ്മീർ ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് അല്ല എന്നാണ് ഇന്ത്യ UN പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യൻ അംബാസിഡർ പർവതനേനിയാണ് ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉന്നയിച്ചത്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഭീകരൻ അബ്ദുൾ റൌഫ് ഇവൻ പലപ്പോഴായിട്ട് ഇന്ത്യക്കെതിരെ ഇതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലമേറ്ററി ത്രെട്ട് അതാണ് ഇന്ത്യക്കെതിരെ ഇവൻ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയാണ് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഡൽഹിക്കെതിരെ തന്നെയാണ് ഇതിനു മുമ്പും ഈ റൌഫ് ഭീഷണി മുഴക്കിയിരുന്നത്, ഇപ്പോഴും അത് തന്നെയാണ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അജ്ഞാതർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ആ പരിസരത്ത് കൂടി എങ്ങാണ്ടും പോകുന്നുണ്ടോ എന്നുള്ളത് ഇവൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവനെ ടാർഗറ്റ് ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്.
എനിവേ ഇവൻ്റെ ഭീഷണി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി തന്നെയാണ് വാർത്തയാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സ് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇന്ത്യ ബഹ്റൈൻ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ബഹ്റൈൻ്റെ നാഷണൽ ഡേ പ്രമാണിച്ച് ഗ്രീറ്റിംഗ്സ് പറഞ്ഞിട്ടുണ്ട്. എക്സ് പ്ലാറ്റ്ഫോമിലാണ് ജയശങ്കർ ഇതിനെക്കുറിച്ചുള്ളൊരു മെസ്സേജ് പങ്കുവച്ചത്. ജോർദാൻ്റെ കിങ് അബ്ദുള്ള II പുള്ളി വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ ഒരു ഫോർകാസ്റ്റിംഗ്, ഇന്ത്യയുടെ ഒരു ഗ്രോത്ത്, ഇതെല്ലാം തന്നെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പം ജോർദാനിൽ വിസിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അതും പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇമാതിരിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് പോലെ ഇന്ത്യ നല്ല രീതിയിലുള്ള ഗ്രോത്ത്, മികച്ച ഗ്രോത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ജോർദാനിൽ പോവാതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ജോർദാൻ കിങ് പറയില്ല, അത്രയേ ഉള്ളൂ. നമ്മളവിടെ പോയത് കൊണ്ടാണ് ഇത് പുള്ളിക്കാരൻ പറയുന്നത്. ആ ഒരു ധാരണയാണ് വേണ്ടത്. പിന്നെ പൊതുവിൽ എണ്ണ വിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് നിയർലി $40 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഇത് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യക്ക് ഇത് ഗുണകരമല്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്, പുടിൻ ഒരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് റഷ്യക്കുള്ളിൽ. ആ ലോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് ഒരു റെസിപ്രോക്കൽ എഗ്രിമെൻറ്റ്. ഈ റെസിപ്രോക്കൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് എഗ്രിമെൻ്റ് അല്ല, ഇതൊരു ലോ ആണ്. അപ്പോൾ ഈ ലോ അനുസരിച്ച് റഷ്യ പൊതുവിലെ ഇപ്പം ഈ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ ഓൺ കറൻസി ട്രാൻസാക്ഷനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പം ഇന്ത്യൻ കറൻസി ഒരുപാട് റഷ്യയുടെ പക്കലുണ്ട്. അതിനെ ഒരു ട്രേഡിന്റെ മാർഗത്തിലേക്ക് ഇന്ത്യയുടെ പക്കൽ നിന്നും സാധനങ്ങൾ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്രോക്കൽ ലോ ആണ് ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞാൽ, നമ്മൾ ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുറേ സാധനങ്ങൾ കമോഡിറ്റി ബേസിസിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിനുശേഷം ബാക്കി എത്രയാണോ ടാലി ആയിട്ട് വരുന്നത് അതിനനുസരിച്ച് മന്ത്ലി വൺ ടൈം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡേ ടു ഡേ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അതേസമയം റഷ്യയുടെ പക്കൽ ഒരുപാട് റുപ്പി കെട്ടിക്കിടക്കേണ്ട സാഹചര്യം വരില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വ്ളാഡിമിർ പുടിൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യ സന്ദർശിച്ച സമയത്ത് നമ്മുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമനുമായിട്ട് നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനമാണിത്. ഇന്ത്യ ധ്രുവ് 64 എന്ന് പറഞ്ഞ ചിപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ട് ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്ത ഒരു ചിപ്പാണ്. 1.0 GHz ആണ് ഇതിൻ്റെ ഒരു സ്പീഡ്. 64 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണിത്. അപ്പോൾ നമ്മുടെ സെമി കണ്ടക്ടർ ജേണി ഇങ്ങനെ സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ പാർലമെൻറ്റ് പാനൽ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനൗൺസ്മെൻറ്റ് വേറെ ഒന്നുമില്ല. ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിഫൻസ് മിനിസ്ട്രി കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് ഈ ഫണ്ടെല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്യാനുള്ള മാർഗം ഒരുക്കണം. അല്ലാതെ അവിടെ പെൻഡിങ് വെക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ സേവ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർലമെന്റിൽ നിന്നും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫൻസ് മിനിസ്ട്രി ത്രൂ DRDOയ്ക്കാണ് ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഫണ്ടുകളെല്ലാം യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിരിക്കണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ജോർദാനിൽ ചെന്ന് പറഞ്ഞതിൽ 8 പോയിന്റുകളാണ് വളരെ കൃത്യമായിട്ട് അവിടെ സൂചിപ്പിച്ചത്. ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പീച്ചും ഒരു പ്രൊപ്പോസലുമാണ് ജോർദാൻ കൊടുത്തത്. ഡിസംബർ 16 അൽ ഹുസൈനിയ പാലസിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ ട്രേഡ് ആൻഡ് എക്കോണമി, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ, ഇൻഫർമേഷൻ ടെക്നോളജി, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസ്, സിവിൽ ന്യൂക്ലിയർ കോഓപ്പറേഷൻ ആൻഡ് പീപ്പിൾ ടു പീപ്പിൾ ടൈസ്, ഇത്രയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതായത് നമ്മൾ വെറുതെ പോയിട്ട് നമ്മളൊരു അവാർഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അവാർഡ് വാങ്ങിക്കാനോ അല്ല പോയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ദൂരം അത് വളരെ വലുതാണ്. അവരുദ്ദേശിക്കുന്നതല്ല ജോർദാനിൽ നിന്നും ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുമായിട്ട് ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ കിടക്കുന്ന ഈ ജോർദാന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ജോർദാനെ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ, അതായത് നിങ്ങൾ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് കൊള്ളൊത്ത് നടത്താൻ പോകരുത്, ആശയപരമായിട്ടുള്ള രീതിയിൽ ഐഡിയോളജിക്കൽ തോട്ട് പ്രോസസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാനോട് ചേർന്ന് സഞ്ചരിക്കാൻ ആഗ്രഹിക്കരുത്. കൃത്യമായിട്ടുള്ളൊരു വിഷൻ വേണം. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ചിന്തിക്കുന്ന പോലെ ഐഡിയോളജി പരമല്ല. അത് തീർച്ചയായിട്ടും മറ്റുള്ള കോമൺ വേൾഡ് ചിന്തിക്കുന്ന രീതിയിലുള്ള ട്രേഡ്, ബിസിനസ്, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം നിങ്ങൾ
ആ രീതിയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയെ പോലത്തെ രാജ്യത്തിനോടൊപ്പം നിൽക്കണം എന്നുള്ള ക്ലിയർ മെസ്സേജ് അത് ഡിപ്ലോമാറ്റിക് തലത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കണോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് പോകണം എന്നുള്ളതൊക്കെ ജോർദാന് തീരുമാനിക്കാം. ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ളയ്ക്ക് നല്ല ബുദ്ധിയും വിവരമുണ്ട്. പുള്ളിക്കാരൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇസ്രായേലിനെ വരെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഗെമിക്ക് വേലകളൊന്നും അവിടെ നടക്കത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ഡിപ്ലോമാറ്റിക്കലി ജോർദാനെയും കൂടി ചേർത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യ സൃഷ്ടിക്കുന്നത്. നമുക്ക് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വളരെ ശക്തമായ ഫുട് പ്രിന്റിൻ്റെ ആവശ്യമുണ്ട്. ആ ആവശ്യമാണ് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും വാർത്തകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.